കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ പരാതി അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി ആർ ബിന്ദു. നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിസിക്കും രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഗോപാൽ ശിലാസങ്ങൾ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ എന്താണ് മന്ത്രിയുടെ നിർദ്ദേശം? കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി ഉന്നയിച്ച പരാതിയിലാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വൈസ് ചാൻസലറോടും രജിസ്ട്രാറോടും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം സർവകലാശാലയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാനത്തെ ആകമാനം അനാവശ്യമായ വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നും ഈ ആർ ബിന്ദു നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി നൽകിയ പരാതിയിന്മേൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ ദുഷ്പേരുണ്ടാക്കിയിരിക്കുന്നവർ ആരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദു വൈസ് ചാൻസലർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോപണ വിധേയമായിട്ടുള്ള ഫാക്കൽറ്റി അംഗം CN വിജയകുമാരി, അവർ ഡീനാണ്. ആ ഡീൻ ഇത്തരത്തിൽ ദൃശ്യമാധ്യമങ്ങളിലടക്കം പലതരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അത് അനൗചിത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കണം. നിയമപരമായ നടപടികൾ സ്വീകരിച്ച് രജിസ്ട്രാറും വൈസ് ചാൻസലറും അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകണമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. ശരി.